അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നിസ്കാരത്തിൽ സ്ത്രീകളുടെ ഔറത്ത് മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കിയുള്ള മുഴുവനും മറക്കലാണ്. എന്നാൽ നമ്മുടെ സഹോദരിമാരിൽ നിന്ന് അശ്രദ്ധാമൂലം അല്ലെങ്കിൽ അറിയാത്തത് കൊണ്ടും വരുന്ന വലിയൊരു അബദ്ധമാണ് അവർ മുഖമക്കന ധരിക്കുന്ന സമയത്ത് അവരുടെ മുഖത്തിന്റെ ഭാഗത്തുള്ള ഈ മുടികൾ ഇങ്ങനെ പുറത്തു ചാടുന്നതായിട്ട് കാണാൻ സാധിക്കും. അവർ സാധാരണ ഇതൊരു നിസ്സാരമായി കണ്ട് ചിലപ്പോൾ നിസ്കാരത്തിന് ശേഷം ഇതൊക്കെ കണ്ടാൽ ജസ്റ്റ് ഒന്നതിനെ നല്ല ഉള്ളിലേക്ക് തട്ടി ഇങ്ങനെ ഒതുക്കി വിടും. യഥാർത്ഥത്തിൽ ചെറിയ ഒരു മുടി കണ്ടാലും ഇനി കുറെ മുടി കണ്ടാലും സംഗതി ഒന്ന് തന്നെയാണ്. ഒരു മുടി പോലും പുറത്ത് കണ്ടാൽ ഇത്തരത്തിലുള്ള ചെറിയൊരു മുടി പുറത്ത് ചാടൽ കൊണ്ട് അവരുടെ നിസ്കാരം അസാധുവാണ്, നിസ്കാരം സ്വഹിയാവുകയില്ല. അതുകൊണ്ട് തന്നെ മുഖമക്കന ധരിക്കുന്ന സമയത്ത് ആ മുഖമക്കന ധരിക്കുന്നതിന് മുമ്പ് ഒരു തലയിലേക്ക് സാധാരണ എന്തെങ്കിലും റിബണോ അല്ലെങ്കിൽ തൊപ്പി പോലത്തെ സാധനങ്ങൾ വെച്ച് അതിന്റെ ശേഷം മുഖമക്കന ധരിച്ചാൽ ഒന്നുകൂടി ഈ മുടി ഉള്ളിലേക്ക് ഭദ്രമാക്കാൻ സാധിക്കും. അല്ലെങ്കിലും തന്നെ മുഖമക്കന ധരിക്കുന്ന സമയത്ത് ഇനി തൊപ്പി ഇല്ലെങ്കിലും ഈ മുടി പൂർണ്ണമായും ഉള്ളിൽ ഒതുങ്ങുന്ന വിധത്തിൽ ഒരു മുടി പോലും പുറത്ത് കാണാതെ കൃത്യമായും മറച്ച നിരക്കായിരിക്കണം അവർ മുഖമക്കന ധരിക്കേണ്ടത്. അവിടെ പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില പെണ്ണുങ്ങൾ മുടി കാണുന്നെന്ന് പറഞ്ഞ് നെറ്റ് മുഴുവൻ ഇങ്ങനെ ബന്ധാക്കി കെട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരാള് സുജൂദ് ചെയ്താൽ അവൻ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല. കാരണം അവൻ നെറ്റി മറച്ച് സുജൂദ് ചെയ്താൽ ഈ നെറ്റി ഓപ്പൺ ചെയ്തിട്ടാണ് സുജൂദ് നിലത്തിലേക്ക് തറയിലേക്ക് തട്ടേണ്ടത്. അപ്പോൾ ഒരു സഹോദരി ഇങ്ങനെയാണ് പൂർണ്ണമായും നെറ്റി ബന്ദ് ചെയ്തിട്ടാണ് അവൾ സുജൂദ് ചെയ്യുന്നതെങ്കിൽ അതിലൂടെയും നിസ്കാരം ബാത്തിലാകും. അതേപോലെ തന്നെ മുടി പുറത്ത് ചാടൽ കൊണ്ടും നിസ്കാരം ബാത്തിലാകും. അപ്പോൾ രണ്ട് രൂപവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൂർണ്ണമായും നെറ്റി ബന്ധാക്കാൻ പാടില്ല, മറിച്ച് മുടി കാണാത്ത വിധത്തിൽ നെറ്റി ബന്ദ് ചെയ്തുകൊണ്ടായിരിക്കണം അവരുടെ മുഖമക്കന ധരിക്കേണ്ടത്.